പേഴയ്ക്കപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന തണൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ലോഗോ പ്രകാശനം നടന്നു. പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ നടന്ന ലോഗോ പ്രകാശനം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് നിർവഹിച്ചു. ഭിന്നശേഷിയും പഠന പ്രശ്നങ്ങളും നേരിടുന്ന കുട്ടികൾക്കായി മൂവാറ്റുപുഴ തണൽ പാലിയേറ്റീവ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ആരംഭിച്ചു. സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തുടങ്ങി ഈ രംഗത്തെ പ്രഗത്ഭരെ ഉൾപ്പെടുത്തിയാണ് ഈവനിംഗ് തെറാപ്പി സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ലോഗോ പ്രകാശനം പായിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് നിർവഹിച്ചു. തണൽ പാലിയേറ്റീവിൻ്റെ നമ്മുടെ പഞ്ചായത്തിലൊരു ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് വളരെ പേർക്ക് ആശ്വാസം പകരുന്ന സ്ഥാപനമാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ പഞ്ചായത്തിലും അതുപോലെ മറ്റ് പ്രദേശങ്ങളിലുമായിട്ടും ഒരുപാട് ആളുകൾ ഫിസിയോതെറാപ്പി ഉൾപ്പെടെ അതുപോലെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ആശ്വാസം പകരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ സ്വഭാവ വൈകല്യവും അതുപോലെ ഭിന്നശേഷിയായ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനം, ഒരു ചൈൽഡ് സ്ഥാപനം കൂടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെ കുട്ടികൾക്കായിട്ട് സ്പീച്ച് തെറാപ്പി ആണ് ഇവിടെ ഏറ്റവും നിലവിൽ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെയൊന്നും നമുക്കിവിടെ ഇല്ല. ഇപ്പം അതിനൊക്കെ നമ്മൾ പീസ് വാലിയാണ് ഇവിടെ നമ്മുടെ പഞ്ചായത്തിലുള്ള കുട്ടികൾ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആശ്രയിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയ തണൽ പാലിയേറ്റീവിൻ്റെ ചെയർമാനെയും അതുപോലെ ഇതിൻ്റെ സംയുക്ത പ്രവർത്തനയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. മാതൃകാ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫായിസ് മുഹമ്മദ് പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ജോയ്, തണൽ ചെയർമാൻ സി എ ബാവ, സെക്രട്ടറി ഹാരിസ് മുഹമ്മദ്, ട്രസ്റ്റ് അംഗങ്ങളായ മുഹമ്മദ് അസ്ലം, അബ്ദുൽ കരീം, വി കെ യാസർ, ടി യു അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു.